Evening all. How are you all? How was your week? How was your week's activities? In the election counting, election result Okay. So today is our week 37 Zoom session. This is our 37th live session of English Enrichment Program. And today's theme is Beyond Language, Embracing Culture and Creativity. And today's sub-theme is a week of engaging with English on multiple levels. Okay. ഈ ഒരു വീക്ക് നമ്മൾ കുറെ കാര്യങ്ങൾ നോക്കിയില്ലേ, ന്യൂസുകൾ റെഫർ ചെയ്തിരുന്നു, നമ്മൾ സ്റ്റോറി ഉണ്ടാക്കിയിരുന്നു, ഫിലിംസ് നോക്കിയിരുന്നു. സോ അതാണ് ഓൺ മൾട്ടിപ്പിൾ ലെവൽസ്. ഓക്കെ, സോ ടുഡേസ് അജണ്ട ഇസ് കറന്റ് ഇവന്റ് ഡിസ്കഷൻ, ഫ്ലാഷ് ഫിക്ഷൻ ഷോക്കേസ്, diving into slang and colloquialism, culinary adventures in English, film analysis, virtual tour highlight, and as usual, reflecting. Let's begin with the word of the day. Word of the day is incidence. Incidence. Okay. കുറച്ചു പേർക്ക് അറിയുന്നുണ്ടാവും ഈ വേർഡ്. ഓക്കെ, ഞാൻ ലാസ്റ്റ് വീക്ക് പറഞ്ഞിരുന്നു ഇനി തൊട്ട് ഞാൻ വേർഡ് ഓഫ് ദ ഡേയും ഇഡിയം ഓഫ് ദ ഡേയും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. റീഡ് ഇറ്റ് ബൈ യോർ സെൽഫ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. യു കെൻ ആസ്ക് മീ ഇഫ് യു ഹാവ് എനി ഡൗട്ട്. നിങ്ങൾ ഇത് വായിച്ചു നോക്കിയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ യു കെൻ ആസ്ക് മീ ടു എക്സ്പ്ലെയിൻ. ഓക്കെ, സോ റീഡ് ദ മീനിങ് ഓഫ് ഇൻസിഡൻസ് ആൻഡ് ഗിവ് മീ an example sentence. I'll just read, I won't be explaining. Incidence refers to the number of times something happens or develops. In other words, the rate at which something occurs. Easy enough, isn't it? So the example sentence I've given here is, the neighborhood boasts excellent schools and a low incidence of crime. If you've understood word of the day, give me a thumbs up in the chat box. If not, tell me you haven't understood. Or tell me yes or no. Just give me reply. Okay, മനസ്സിലാവാത്തവരുണ്ട്. So I'll just tell you. അതായത് ഒരു സംഭവം എത്ര ഇതിലാണ് നടക്കുന്നത്. ഇപ്പൊ ലോ ഇൻസിഡൻസ് ഓഫ് ക്രൈം, ക്രൈമിന്റെ നിരക്ക്, ഓക്കെ, ക്രൈം നടക്കുന്നതിന്റെ നിരക്ക് കുറവാണ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വേർഡാണ് ഇൻസിഡൻസ്. ലോ ഇൻസിഡൻസ് ഓഫ് ക്രൈം എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് ഞങ്ങളുടെ നാട്ടിൽ കുറവാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസിഡൻസ് യൂസ് ചെയ്യുക. ഓക്കെ, സോ ഒരു സെന്റൻസ് കോണ്ടെക്സ്ച്വലി നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്നതിന്റെ റേറ്റ്, ഇൻസിഡൻസ് ഓഫ് ക്യാൻസർ പേഷ്യൻസ് ആർ ടു ഹൈ ദീസ് ഡേയ്സ്. ഇന്ന് ക്യാൻസർ പേഷ്യൻസിന്റെ എണ്ണം കൂടി വരികയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ എണ്ണം പറയാൻ, അല്ലെങ്കിൽ അതിന്റെ റേറ്റ് പറയാൻ, അതിന്റെ ഫ്രീക്വൻസി പറയാനൊക്കെയാണ് നമ്മൾ ഇൻസിഡൻസ് എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. Is it clear? Okay, so give me an example sentence. Incidence of heartbeat. അതായത് നമ്മൾ ഹാർട്ട് ബീറ്റ് അങ്ങനെ പറയില്ല. അതായത് നമ്മൾ പുറമേ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇൻസിഡൻസ് യൂസ് ചെയ്യുക കേട്ടോ. എന്താ നമ്മള് ഹാർട്ട് ബീറ്റ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട്, ഹാർട്ട് ബീറ്റ് ഒരു സംഭവം അല്ലല്ലോ, നമ്മുടെ ഉള്ളിൽ വളരെ നാച്ചുറലി ഓർഗാനിക്കലി ഇന്റേർണലി സംഭവിക്കുന്ന കാര്യമല്ലേ. സോ നമ്മൾ ഹാർട്ട് ബീറ്റ് ആയിട്ട് ഈ വേർഡ് യൂസ് ചെയ്യില്ല കേട്ടോ. സോ ഗിവ് മീ അനദർ സെന്റൻസ്. The neighborhood boasts excellent schools and a low incidence of crime. The incidence of miracle in life is rare. Yes, very good, Sagita Joss. Very good sentence. Life le miracles സംഭവിക്കുന്നതൊക്കെ വളരെ rare ആയിട്ടാണ്. The incidence of failing is falling. Okay, very good, Nessie. Very well framed. Also ഒരു rhythm ഉണ്ട് ആ സെന്റൻസിന്. The incidence of failing is falling. Okay, അത് ഇന്നത്തെ election ബേസിൽ പറയാണോ അത് നെസ്സി? Is it based on today's election results? Okay, so next I'm moving to idiom of the day. Okay, and വേറൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം. നമ്മൾ ഈ ഇഡിയംസ് നമ്മൾ ബാക്കിയുള്ള വേർഡ്സ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഇഡിയംസിലും ഫോർമൽ ഇഡിയംസും ഇൻഫോർമൽ ഇഡിയംസും ഉണ്ട് കേട്ടോ. സോ ചില ഇഡിയംസ് നമുക്ക് ഒരു ഫോർമൽ സെറ്റപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ എല്ലാ ഇഡിയംസും അങ്ങനെ ഒരു ഫോർമൽ സെറ്റപ്പിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇന്നത്തെ ഇഡിയം ഒരു ഇൻഫോർമൽ ഇഡിയം ആണ്. ഓക്കെ, ദാറ്റ് ഇസ് someone's
ബ്രാക്കറ്റിൽ സമ്മൺസ് എന്ന് കൊടുത്തിരിക്കുന്നത് ആരുടെയെങ്കിലും പേര് വെച്ചിട്ടാണ് നമ്മൾ ഇഡിയം യൂഷ്വലി പറയാ. ഫോർ എക്സാമ്പിൾ, ഐ കീപ് മൈ ഓൺ നെയിം, ദാറ്റ് ഇസ് ഹംനാസ് നെയിം ഇസ് മഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ കറയായി അല്ലെങ്കിൽ ചീത്തപ്പേര് വന്നു എന്ന് പറയില്ലേ, അതാണ് കേട്ടോ ഇതിന്റെ മീനിങ്. Other people are angry with them or they are no longer popular because they've done something wrong. So I've given here an example sentence. If any athletes test positive for a banned substance, their name will be mud. Their name will be mud എന്ന് പറഞ്ഞാൽ അവര് പിന്നീട് അവരുടെ ആ ഒരു പ്രശസ്തി നഷ്ടപ്പെടും, അല്ലെങ്കിൽ അവരൊരു കറ പുരണ്ട മനുഷ്യനായിട്ടായിരിക്കും അവരെല്ലാരും നോക്കി കാണുന്നത്. ആ ഒരു ലിറ്ററൽ മീനിങ് ഇതിന് എടുക്കാം നമുക്ക്. ഓക്കെ, ഡിഡ് യു ഓൾ ഗെറ്റ് ഇറ്റ്? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. ഇന്നെന്തായാലും റെസ്പോണ്ട് ചെയ്യാത്ത, ലൈക് മനസ്സിലാവുന്ന കാര്യങ്ങൾക്ക് ഗിവ് മീ തംസ് അപ്പ്, മനസ്സിലാവാത്തതിനെ ടെൽ മീ നോ. ഐഫോൺ നോ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ല എന്നാണോ? അതായത് ഇപ്പോ someone's, ഇപ്പോ ഇഷാൻസ് നെയിം ഇസ് മഡ് ബിക്കോസ് he scored less mark in his subject എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ മീനിങ് എന്താണ്? അതർ പീപ്പിൾ ആർ ആംഗ്രി വിത്ത് ദം ഓർ ദേ ആർ നോ ലോങ്ങർ പോപ്പുലർ. അവർക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഫേവറിസം അല്ലെങ്കിൽ പോപ്പുലാരിറ്റി ഇല്ല. വൈ? ബിക്കോസ് ദേ ഹവ് ഡൺ സംതിങ് റോങ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ സെന്റൻസ് ആയിട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇഫ് എനി അത്ലീറ്റ് ടെസ്റ്റ് പോസിറ്റീവ് ഫോർ എ ബാൻഡ് സബ്സ്റ്റൻസ്, their name will be in mud. നമ്മുടെ ഒരു ക്രിക്കറ്റർ ഉണ്ടായിരുന്നില്ലേ, ശ്രീശാന്ത്, isn't it? Srishant's name is in mud, isn't it? അല്ലെങ്കിൽ name is mud today. ആൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സ്പോർട്ട് പോപ്പുലാരിറ്റി ഇല്ലല്ലോ. Why? Because they've done something wrong. So please give me example sentence ASAP. ASAP എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ് എന്നറിയോ? അതൊരു അബ്രിവിയേഷൻ ആണ്. നമ്മൾ ASAP എന്ന് യൂസ് ചെയ്യുന്ന എന്തിനാണ്? Please give me example sentence. Yes, as soon as possible. അതായത് വേഗത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ വേഗം ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് ASAP. So give me the sentences. I'm waiting. Please make it fast. The name of corrupted leaders of India will be in mud. Very good, Sagita. Very good. Anyone else? Where is Swapna? Is she absent today? Swapna, both Swapnas are not there. What about Amina? Amina is also not there. Where is Sangeeta? Sangeeta is also not there, I think. Yes, Sangeeta is also not there. Where is last week Krishna Sagar? She is also not there. Then Abdul Majid. Yes, Abdul Majid is here. Okay. Then who are our regular classmates? Rafad Abdul Razak present, ma'am. Okay, not in Rafad. Okay. ഇവരൊക്കെ ഞാൻ എടുത്തു ചോദിച്ചത് ഇവരെ ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ്സിലും പ്രസന്റ് ആവുകയും ഓൾസോ വളരെയധികം റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇവരുടെ പേര് ഇങ്ങനെ എടുത്തു ചോദിച്ചത്. റെസ്പോണ്ട് ചെയ്യുന്നവരുടെ പേര് എനിക്ക് ഓർമ്മ ഉണ്ടാവും. ഓക്കെ, I just got one sentence from Sagida. Okay, worst story will mud the name of. Okay, worst എന്നാണ് കേട്ടോ. Worst story എന്നല്ല, worst story will mud the name of the movie. അല്ലെങ്കിൽ അതൊരു യൂസ് എന്താ, yeah, okay ആണ്. It's not a wrong sentence, but you can actually reframe the sentence to a better form. The actress name is in mud due to the cheating scandal. Okay. Okay, Rafat. Okay. Okay. So let's move on to next. Any other newbies here? Rafat allade in newcomers undo? Any other newbies here? Okay, so many newcomers are there. Fairuz, Nehla, Anushka, iPhone. ഞാൻ പറയാറുണ്ട് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ കയറുമ്പോൾ ഐഫോൺ എന്നുള്ള പേര് മാറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ പേരാക്കാൻ പറ്റും. സോ പ്ലീസ് ട്രൈ ഡൂയിങ് ദാറ്റ്. ഓക്കെ, ഗൗരി, ഹമീദ്, again Xiaomi is there. ABD Abd എന്നാണ് തോന്നുന്നുണ്ടായിരുന്നു. ഫർസാന, അനന്തകൃഷ്ണൻ, Gladwin. Oh, variety name. Anshida, Nihala, Nishant, Remya, Jomi,
Shruti. Oh God, so many newcomers. Okay. So to all the newcomers, do you know what is this EEP? Or have you got any idea about what is English Enrichment Program? Please give me a reply. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഈ ഒരു ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്താണ്? Have you got any idea about that? No, അപ്പൊ ചോദിക്കണ്ടേ? Okay. So actually, yeah, to improve your English, yeah. So LearnWise, PrepWise platforms മറ്റുള്ള കോഴ്സുകൾ ചൂസ് ചെയ്തിരിക്കുന്നവർക്ക് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. സോ ആസ് ദ നെയിം സേസ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആൻഡ് നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഏതെങ്കിലും CUET അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിൽ കവർ ചെയ്യുന്ന ഇംഗ്ലീഷ് അതിന് മതിയാവില്ല. ഓക്കെ, ദിസ് ഇസ് പക്ക നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ എന്താണ് നിങ്ങൾക്ക് ആവശ്യം വരുന്ന ലാംഗ്വേജ് മാത്രമാണ് നമ്മൾ ഇവിടെ പഠിക്കാം. ഓക്കെ, ആൻഡ് നമ്മൾ ആക്ച്വലി ഇപ്പൊ ഒരു 260 ഡേയ്സ് ഓഫ് EEP കഴിഞ്ഞു. ദിസ് ഇസ് ലൈക്ക് ഒരു 365 ഡേയ്സ് പ്രോഗ്രാം ആണ്. അതിൽ 260 ഡേയ്സ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞു. ഓക്കെ, സോ ടുഡേ ഇസ് ആക്ച്വലി our 37th ലൈവ് സെഷൻ. നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങളുടെ പേഴ്സണൽ മെന്റർ ത്രൂ ആക്ടിവിറ്റി കിട്ടും, ഡെയിലി ടാസ്ക് കിട്ടും. ഓക്കെ, ഇന്ന് നാളെ തൊട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് കോണ്ടാക്ട് വിത്ത് യുവർ പേഴ്സണൽ മെന്റേഴ്സ്, ആസ്ക് ദം. ഓക്കെ, ആൻഡ് എല്ലാ ട്യൂസ്ഡേയും 8 to 9 വീക്ക്ലി വൺസ് മാത്രമാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ലൈവ് സെഷൻ ഉണ്ടാവുക. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? സോ ഈ ഒരു ലൈവ് സെഷനിൽ നിങ്ങളുടെ ആ ഒരു വീക്കിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ആക്ടിവിറ്റി ചെയ്ത് വേണം വരാൻ. ആക്ടിവിറ്റി ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു വീക്ക് 15-16 വരെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ അസാന ആപ്പിലും അല്ലെങ്കിൽ യൂട്യൂബില് LearnWiseന്റെ യൂട്യൂബ് ചാനലിൽ കിട്ടും. സോ ഇംഗ്ലീഷ് ബേസിക്സ്, ദാറ്റ് ഇസ് സെന്റൻസ് സ്ട്രക്ചറിങ് എങ്ങനെയാണ്, ഫ്രെയിമിംഗ് എങ്ങനെയാണ്, ടെൻസുകൾ എങ്ങനെയാണ്, ഗ്രാമർ എങ്ങനെയാണ്, വേർബ് എന്താണ്, നൗൺ എന്താണ്, അഡ്ജക്റ്റീവ് എന്താണ്, ഇത്തരത്തിലുള്ള എല്ലാ ബേസിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ആക്ച്വലി അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ പഠിച്ചതിന്റെ ഇൻപുട്സിന്റെ നമുക്ക് കിട്ടിയ ഇൻപുട്സ് വെച്ച് ഓരോ എസ്സേസും ഫിലിം റിവ്യൂസും അനാലിസിസുകളൊക്കെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ന്യൂ കമേഴ്സ് പ്ലീസ് ട്രൈ ടു വാച്ച് ദ ഓൾഡ് ക്ലാസ്സസ്. ഓക്കെ, നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച്, അക്കോർഡിംഗ് ടു യുവർ കൺവീനിയൻസ്. അടുത്ത ട്യൂസ്ഡേ ആകുമ്പോഴേക്കും നിങ്ങളോട് എനിക്ക് 36 കഴിഞ്ഞു പോയ 36 ക്ലാസ്സും കണ്ടുവരാൻ പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് വിൽ ടേക്ക് 36 hours. That is too much. Hamid, it is there in your app. Asana ആപ്പിൽ ഉണ്ട്. ഓൾസോ ഇറ്റ് ഇസ് അവൈലബിൾ ഇൻ LearnWise യൂട്യൂബ് ചാനൽ. ഓക്കെ, ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം LearnWise അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടും. ഓക്കെ, കുറച്ച് ക്ലാസ്സസ് എങ്കിലും ഒന്ന് അടിച്ചടിച്ച് കണ്ടെങ്കിലും വരാൻ നിങ്ങൾ ശ്രമിക്കുക, ബേസിക്സ് ഇല്ലാത്തവരാണെങ്കിൽ. ഓക്കെ, okay, and daily activities are very important. Okay, so I hope Amima, please, I don't entertain such things here. Like ഇത് നമ്മൾ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. സോ നിങ്ങളുടെ മറ്റുള്ള ചാറ്റ്സ് ഒന്നും ചാറ്റ് ബോക്സിൽ എൻകറേജ്ഡ് അല്ല കേട്ടോ. സോ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. ഓക്കെ, സോ പുതിയ ആൾക്കാർ ഇന്ന് ക്ലാസ് വാച്ച് ചെയ്യുക, ഹൗ ദ ക്ലാസ് ഗോസ് അഹെഡ് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇപ്പൊ ഈ ഒരു ആക്ടിവിറ്റീസ് ഒന്നും നിങ്ങൾ ചെയ്ത് കാണില്ല, കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് വീക്സ് ആക്ടിവിറ്റീസ് ആണ്. Okay, I will be beginning with activity of 200 and wait just a minute. Yeah, 249. Did anyone do the activity of day 249? Day 249. So give me reply. Did anyone do the activity? I think ഞാൻ നിങ്ങളുടെ അടുത്ത് ചൂടായത് ഇഷ്ടമാണ്ടാന്ന് തോന്നുന്നുണ്ട്. ഞാൻ മതിലിനോട് സംസാരിക്കണോ അല്ലെ റിപ്ലൈ തരാതിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എന്റെ കണക്ഷൻ പോയത്. Tell me, Aldies, where are you? It is about the current event discussion. Current events discussion. Activity of 249. I'll read the activity name like as given. That was advanced conversation practice discussing current events.
Did anyone do? If not, please let me know by telling a no. No, okay. Is there anyone else who've done that? Okay, fine. No, ma'am. Okay. Is there anyone confident enough to speak ഇന്നത്തെ ഒരു election കൗണ്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കാം അതല്ല വേറെ ഏതെങ്കിലും ഒരു കറന്റ് ഈവന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. Can be anything. Can anyone speak? And പുതിയ വന്ന ആൾക്കാർക്കും സ്പീക്ക് ചെയ്യാം കേട്ടോ. അതായത് നിങ്ങൾക്ക് മുഴുവനായിട്ട് ഇംഗ്ലീഷിൽ പറയാൻ പറ്റില്ല, കുറച്ച് ഇംഗ്ലീഷിൽ കുറച്ച് മലയാളത്തിൽ അങ്ങനെ പറ്റും എന്നുണ്ടെങ്കിലും യു ക്യാൻ ട്രൈ. ആൻഡ് ഇവിടെ എല്ലാം വളരെ പെർഫെക്റ്റ് ആയി ചെയ്യാൻ ഉള്ളൊരു പ്ലാറ്റ്ഫോം അല്ല ഇത്. ഓക്കെ, ദിസ് ഇസ് ദ പ്ലാറ്റ്ഫോം ടു മേക്ക് മിസ്റ്റേക്സ്. തെറ്റുണ്ടാക്കി ആ തെറ്റുകൾ തിരുത്തി പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇപിയുടെ സെറ്റപ്പ്. ഓക്കെ, സോ ക്യാൻ എനിവൺ 1 minute talk about any current events? It can even be today's. Okay, Swadish, and just telling in common, and in the റിസൾട്ട് കൗണ്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ സ്റ്റാൻഡും ഡിഫറെന്റ് ആണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡോട് പറയാം, അതിൽ കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ളവരുടെ പൊളിറ്റിക്കൽ വ്യൂ പോയിന്റ്സിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പ്രസന്റേഷൻ. ഓക്കെ സ്വാദിഷ്, ഐ വിൽ അൺമ്യൂട്ട് യു ജസ്റ്റ് എ മിനിറ്റ്. Swadish, yes. Please speak. Yeah, good evening, ma'am, and good evening, all. Good evening. Good evening, Swadish. I would like to speak about today's election result. So today was the 18th Lok Sabha election. Election results was announced, and it was actually for last 2 months, the whole India were keenly waiting for this day and to get the results. Because there were so many issues regarding the political issues throughout the India, and I think the most of them need a change from the current government, which has been ruling last 10 years. And when coming to today's election, this NDA got 293, I think. From my memory, I think 293 seats, and all other Indian Union got 233 or something. And the results was quite unbelievable actually, because when we are regarding the exit polls, it was totally different from the exit poll. And coming to Kerala, it was we were expecting about this about the victory of the UDF, and there was two. Ma'am, മണ്ഡലത്തിന് എന്താ പറയാ? Hello. Constituency. Constituency. Yeah, there were two constituencies which we were interestingly watching on. Which was interestingly watching about that. That was one was in the Trivandrum, or Trivandrum, and the second one was Attingal, and this both were very interesting and very engaging actually, because the results contain so many ups and downs. So that's all. Okay, thank you, Swadish. Okay. You deserve a big appreciation, because there are 50 participants here. Among that, only one person came up with confidence. Okay, I very much appreciate you for that. And Swadish's speech grammatical errors വളരെ കുറവാണ്, വളരെ minute ആണ്. The next thing you have to look into is your pronunciation. Okay, pronunciation നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന സംഗതികളല്ല. ഇപ്പോൾ നമ്മൾ whole India എന്ന് പറയില്ല, it's whole India. ആ WHOLE നമ്മൾ whole എന്ന് പറയില്ല, it's whole. ഓക്കെ, ഒരു ഹോളിന്റെയും പൂളിന്റെയും നടുക്ക് നിൽക്കുന്ന ഒരു സംഗതി ആയിട്ടാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യുക. ആൻഡ് ഇടയ്ക്ക് നമ്മൾ എവിടേക്കോ ഒരു ദ ഇന്ത്യ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ദ ഇന്ത്യ എന്നുള്ള യൂസേജിന്റെ ആവശ്യം ഇല്ല, ബിക്കോസ് ഇന്ത്യ ഒന്നേ ഉള്ളൂ, ഇറ്റ്സ് എ കൺട്രി നെയിം. സോ
അതിന്റെ കൂടെ the യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. Okay, okay. Yes, just note ചെയ്ത ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ. It is not very big mistakes. Okay. Thank you, Swadish. Anyone else interested to speak up about any current event? And also something to be appreciated is Swadish ഇവിടെ ആരുടെയും പൊളിറ്റിക്കൽ ഐഡിയോളജീസിനെയോ സ്റ്റാൻഡിനെയോ ഒന്നും ഹേർട്ട് ചെയ്യാതെ ഇന്നത്തെ ഒരു ഓവറോൾ വ്യൂ നമുക്ക് തന്നു. ദാറ്റ് വാസ് വെരി ഗുഡ്. Yes, Mini, you can. I'll unmute you. Mini, please unmute. Hello, ma'am. Good evening. Good evening, ma'am. Mini, ആദ്യമായിട്ടാണോ സംസാരിക്കാൻ വരുന്നത്? Yes, ma'am. Okay, is it your first class? No, no. Okay, okay, Mini, yes. Ma'am, I would like to speak about the current climatic conditions. Hello, ma'am. Yes, you are Hello. audible. Yes, you are audible. സംസാരിച്ചോളൂ. The last 2 weeks, before the last 2 weeks, we faced the Mini tension ആവണ്ട. environmental Relax ചെയ്ത് പയ്യെ പറഞ്ഞാൽ മതി. Okay? then, yes. The climatic condition is very bad because of the too much temperature. Climatic condition, the എന്താണ് പറയാൻ പറ്റുന്നില്ല. And now കുഴപ്പമില്ല. എന്താ പറയാൻ മലയാളത്തിൽ പറഞ്ഞോളൂ. ഇനി എന്താ പറയാൻ മലയാളത്തിൽ ഞാൻ പറഞ്ഞോ. രണ്ടാഴ്ച മുമ്പേ നമുക്ക് നല്ല ചൂടായിരുന്നു. പെട്ടെന്ന് നമ്മുടെ മഴ വന്നു. The season is changed. Yes. Then heavy rainfall, because of which 2 weeks we face all so many suffering because of the scorching sun, അല്ലെങ്കിൽ the scorching heat. അതികഠിനമായ ചൂട് എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വേർഡാണ് സ്കോച്ചിങ് സൺ എന്നുള്ളത്. Okay, but in matter of 2 days the whole weather, നമ്മൾ വെതറും ക്ലൈമറ്റും എപ്പോഴും ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. വെതർ എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ക്ലൈമറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വെതർ. The climate is different today എന്ന് പറയില്ല. വെതർ ആണ് ഡിഫറെന്റ്. ക്ലൈമറ്റ് എന്ന് പറയുന്നത് 2-3 മാസം നീണ്ടു നിൽക്കുന്ന കാലാവസ്ഥയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയാം. ഓക്കെ, നമ്മളുടെ ഡെയിലി ഉണ്ടാവുന്ന ഒരു വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങളിലേക്ക് നമ്മൾ വെതർ എന്നാണ് പറയാ. ഫ്ലഡ് എന്ന് പറഞ്ഞാൽ ആകെ മാറി മറിഞ്ഞു. That too, it started raining heavily. That some places even got flooded. Some people had to move into camps, isn't it? Yes. Yes. What else, Mini? Pinanda. Now we face so many environmental condition changes in environmental condition, like you say flood and heavy rainfall cause the people get Okay, Mini. Next week prepare ചെയ്തു വരും. ഒന്ന് just prepare ചെയ്തു വന്നു. Go. Okay, ma'am. Thank you. Give a big clap for Mini. For that confidence. ഇവിടെ ആകെ വേണ്ടത് ഈ ഒരു കോൺഫിഡൻസ് മാത്രമാണ്. Mini deserves a big clap. Okay, thank you so much, Mini. Next, Sagita, you can speak. Because ഞാൻ വിചാരിക്കുന്നത് കുറച്ച് സ്പീക്ക് ചെയ്യാം, ബിക്കോസ് യൂഷ്വൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരൊന്നും ഇവിടെ അധികം ഇല്ല. സോ നമ്മൾ ബാക്കി ആക്ടിവിറ്റീസിലേക്ക് നോക്കുമ്പോൾ ടോപ്പിക് കിട്ടാത്തതാണോ പ്രശ്നം? യു ക്യാൻ ടോക്ക് അബൌട്ട് ദ റീസെന്റ് ഇൻക്രീസ് ഇൻ drug use, alcohol consumption, women's safety, this climatic
change, environmental pollution, waste management issues in Kerala. കേരളം നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് waste management. കേരളത്തിൽ കൃത്യമായ ഒരു waste management setup ഇല്ല. That gives rise to dengue and many other infectious diseases. You can talk about the മെഡിക്കൽ കോളേജ് ഇഷ്യൂസ്. മെഡിക്കൽ കോളേജുകളിൽ ഈ അടുത്തുണ്ടായിരുന്ന കെയർലെസ്നെസ് കാരണം ഉണ്ടായിരുന്ന സംഗതികളെ കുറിച്ച് സംസാരിക്കാം. There are so many topics. കറന്റ് ഈവൻസ് ഇല്ലാന്നോ? എത്ര കറന്റ് ഈവൻസ് ഉണ്ട്? ഇന്ത്യ മാത്രം ഫോക്കസ് ചെയ്യണം എന്നില്ലേ? യു കൻ ഓൾസോ ഫോക്കസ് ഇന്റർനാഷണലി. ടോക്ക് അബൌട്ട് ദ ഇസ്രായേൽ genocide. Okay, Sagida, you can unmute and speak. Ma'am, can I talk about today's election? Yes, yes, you can speak. Ma'am, I was very happy with today's result. It's all because today the whole opposition party became more strong. It's not because of that the Narendra Modi government ruled well, but the problem was India was becoming almost an autocracy. Yes. After the opposition becoming strong, it will be more strong democratic country. India will be a very strong democratic country. That Very made me good very point. happy. Very good point. There should be a opposition, strong opposition. Then only the faults of the ruling party will be shown, and the necessary ശരിയായിട്ടുള്ള കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. Yeah. Right decisions will be taken. Yeah, decisions that will help the more decisions that will help the society will be taken only when there is a strong opposition. Exactly. Telling about Kerala, it was almost predicted result. It was the first time NDA got a seat, Lok Sabha seat in Thrissur. It was It's very the first time in unpredictable history. from Thrissur. No, ma'am, but some people were expecting this because of the now our state government is not taking correct decisions. Everyone is the decisions are a little bit weak, and we are facing ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത് കൊണ്ട് അത് പലരും പ്രതീക്ഷിച്ചിരുന്നു. Crisis. സാമ്പത്തിക പ്രതിസന്ധി, financial crisis. Okay, ma'am. Hello. Hello, ma'am. Yes, കേൾക്കുന്നില്ലേ? This was the main point I would like to say. Ma'am. പറഞ്ഞോളൂ. This was the main point I would like to say. Okay, very good, Sagita. Thank you so much. Then about all. Sorry, അതിനിടയ്ക്ക് എന്റെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണ്. എനിക്ക് ചെറുതായിട്ടൊന്ന് വോയിസ് ബ്രേക്ക് ആയിരുന്നു. ബട്ട് ഓക്കെ ഫൈൻ. Sagita, you've done a good job. You framed the points in a very precise and concise format. ചില words in the vocabulary but that's fine. നമ്മളത് day by day improve ചെയ്ത് വരും. You'll get along. Okay, thank you, Sagita, for that. Pronunciation correct അല്ലേ Sagita? Am I right? And is there anyone else who wants to speak today? Yes. Okay. Okay. Thank you, Sagita. Is there anyone else who wants to speak? Yes. Gauri സംസാരിക്കണം എന്നാണോ പറഞ്ഞിരിക്കുന്നത്? Gauri, I'm happy to see these people coming up to speak. Okay, and you can unmute Gauri. Ma'am, I would like to talk about waste management in Kerala. Sorry, I couldn't get you. I like to talk about waste management in Kerala. Okay, yes, proceed. So when we talk about the waste management in Kerala, the biggest issue is that wastes are carelessly thrown into roads, public places. There is no proper system of waste management in Kerala. And people have, I think that people don't have much awareness about it.
to So what are the things we can do? we can give proper awareness class to people the problems that rises from pollution like epidemics and the diseases. And in the 2 days before, there was a news that wastewater is due to some raining, wastewater is flooding into people's houses. This can also cause epidemics like dengue, chikungunya. So there should be a proper waste management system, and the government and the public authorities should take uh, necessary steps to proper waste management. And also, as citizens, it is also our responsibility to do waste management. Okay, thank you, Gavri, so much. Thank you. That was a very good speech. Okay, so just എല്ലാവർക്കും വേണ്ടി ഇപ്പോ ഇംഗ്ലീഷിൽ നമുക്ക് ഇംഗ്ലീഷ് ഇസ് എ വെരി ഫ്ലെക്സിബിൾ ലാംഗ്വേജ്. ഒരു സെന്റൻസ് തന്നെ നമുക്ക് പല രീതിയിൽ ഫ്രെയിം ചെയ്യാൻ പറ്റും. ഇപ്പൊ ഗൗരി പറഞ്ഞൊരു സെന്റൻസ് ആണ്, പീപ്പിൾ ഡോണ്ട് ഹാവ് മച്ച് അവയർനെസ്. അപ്പൊ നമ്മൾ എത്രയും ചെറുതാക്കുന്നോ അത്രയും അടിപൊളിയാവുകയാണ് ചെയ്യുക. മുമ്പ് നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, നമ്മളൊരു സ്പീച്ച് വലിച്ചു നീട്ടി എഴുതിയാൽ അടിപൊളിയാവുന്നു. അപ്പൊ പീപ്പിൾ ഡോണ്ട് ഹാവ് മച്ച് അവയർനെസ് എന്നതിന് പകരം പീപ്പിൾ ആർ നോട്ട് അവെയർ ഓഫ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, പീപ്പിൾ ഡോണ്ട് ഹാവ് മച്ച് അവയർനെസ് എന്ന് പറയുന്നത് കറക്റ്റ് തന്നെയാണ്, അതിൽ തെറ്റില്ല. പക്ഷെ ഒരു ബെറ്റർ ഫ്രെയിമിംഗ് അല്ലെങ്കിൽ ഒരു ബെറ്റർ യൂസേജ് എന്താണ്, പീപ്പിൾ ആർ അൺഅവെയർ അല്ലെങ്കിൽ പീപ്പിൾ ആർ നോട്ട് അവെയർ എന്ന് പറയുന്നതിനേക്കാൾ ഒരു ബെറ്റർ യൂസേജ് ആയി പീപ്പിൾ ആർ അൺഅവെയർ എന്ന് പറയുമ്പോൾ. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. Yes, people are ignorant can be used as a synonym there. Okay, unaware and ignorant is different. അതായത് unaware എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് അറിവില്ല. ഇഗ്നോറന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു കാര്യം അറിഞ്ഞിട്ട് അതിനെ തള്ളിക്കളയുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇഗ്നോറൻസ്. അതിനെ കുറിച്ച് അറിഞ്ഞിട്ടും ബോധേഡ് ആവാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇഗ്നോറൻസ് എന്ന് പറയുക. ഓക്കെ, ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കറന്റ് ഇഷ്യൂവിനെ കുറിച്ചാവട്ടെ എന്തിനെ കുറിച്ചും ഒരു സ്പീച്ച് പറയുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്താണ്, ഇപ്പൊ ഇവിടെ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ എൻവയൺമെന്റൽ പൊല്യൂഷൻ അങ്ങനെ എന്തെങ്കിലും ടോപ്പിക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അത് എന്ന് പറയാം. അതായത് വാട്ട് ഇസ് വേസ്റ്റ് മാനേജ്മെന്റ്? വേസ്റ്റ് മാനേജ്മെന്റ് ഇസ് ദ സിസ്റ്റമാറ്റിക് കളക്ഷൻ, ഡിസ്പോസൽ ആൻഡ് പ്രോസസിംഗ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ. ഐ മീൻ ഇതിൽ കറക്റ്റ് ഡെഫിനിഷൻ ഒന്നും അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു കോമൺ മാൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ എന്താണ് വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ എന്താണ് എൻവയൺമെന്റൽ പൊല്യൂഷൻ എന്ന് ആദ്യം പറയുക. ഓക്കെ, പിന്നെ നമ്മൾ റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്താണ്, ഇറ്റ്സ് കറന്റ് പ്രസന്റ്ലി എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്ന് പറയുക, പോസിബിൾ സൊല്യൂഷൻസ് പറയുക. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് സ്പീച്ച് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഫ്രെയിം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, സോ വിൽ മൂവ് ടു അവർ നെക്സ്റ്റ് സ്ലൈഡ്. ദാറ്റ് ഈസ് ഫ്ലാഷ് ഫിക്ഷൻ ഷോക്കിംഗ്. അതായത് ആക്ടിവിറ്റി വാസ് ടു ക്രിയേറ്റ് എ ഫിക്ഷൻ സ്റ്റോറി. ഇതിനു മുമ്പും ഒരുപാട് പേര് ഒരുപാട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്, കുറച്ചൊക്കെ റിയൽ ലൈഫ് സ്റ്റോറീസ് ആയിരുന്നു. പക്ഷെ ഇത് എന്തായിരുന്നു, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു ഫിക്ഷൻ നമ്മളായിട്ട് ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കി, നമ്മളായിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി മൊത്തമായിട്ടൊരു സ്റ്റോറി ബിൽഡ് ചെയ്യാനായിരുന്നു ആക്ടിവിറ്റി. ദിസ് ഇസ് ആക്ടിവിറ്റി ഓഫ് ഡേ 250, I think. Did anyone do the activity? Yes, this is the activity of day 250. Did anyone do it? ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? Anyone? Okay. ഇവിടെ ആരെങ്കിലും ഒരു കഥ പറയാൻ റെഡി ആയി നിൽക്കുന്ന ആളുണ്ടോ? Is there anyone ready to tell a story? Anyone? I can help you. Anyone ready for a story? Oh, Sagita, ഇത് day 250 സ്റ്റോറി ആണോ? Is this the activity of day 250?
Yes, okay. So everyone, please have a look at Sagita's story. Okay? ചെയ്യാത്ത എല്ലാവരും ഈ ക്ലാസ്സിലുള്ള എല്ലാവരും സഗിതയുടെ സ്റ്റോറി ഒന്ന് എടുക്കാം. Okay, we'll have a look at it. And ഇതിൽ ഞാൻ എന്തെങ്കിലും കറക്ഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കറക്ഷൻസ് സഗിതനോട് മാത്രമല്ല കേട്ടോ. I am telling that correction to the whole class so that you don't make that mistake further in the future. Okay. So the caption is love what you do. The story is beginning with it was a beautiful morning. Beautifulness spelling il oru U missing inde B-A-U. Beautiful morning, but not for him. He stepped on to the top of the bridge. Anand was a mediocre student, but he scored good marks in his higher secondary exams to make his parents proud. As if every parent, they were very happy. As if every parents, mattulla parents ne pole nalle. So like every other parent, as if every parents nalla, like every other parent, they were very happy for him to get him a good career. ഇത് കാരിയറിന്റെ സ്പെല്ലിംഗ് ആണ് കേട്ടോ. കാരിയർ അപ്പോഴും സ്പെല്ലിംഗ് തെറ്റുണ്ട്. CARRIER ആണ് കാരിയർ. ഇത് കരിയർ അല്ലേ? സോ ദിസ് ഇസ് CAREER. Okay, a good career is CAREER. Okay, meaning തന്നെ മാറും. So please be careful. To get him a good career, they made him join for entrance coaching. But no one asked or knew Anand. He was in love with art. All his painting halt. Baki clear Sagita. All his painting halt. Okay, something. As the entrance coaching started, his life shattered. He was depressed. Depressed in a P madi, okay? DEPRESSE. That's what led him to the bridge, to that bridge. At that decisive moment, one girl called out to him, Anand, I was searching for you. Just take a look. It was the application form for a great painting competition. His tears rolled down. It was a call from life. When he looked up the girl, Baki clear illa. He didn't know who was she. Anand on his way back home, and or comment to Baki continue share. So he talked to his parents. It was a blast at first, but they understood him. നമ്മൾ ബട്ട് വെച്ചിട്ട് സെന്റൻസുകൾ തുടങ്ങാതെ ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇങ്ങനെ മതി. ഇറ്റ് വാസ് എ ബ്ലാസ്റ്റ് അറ്റ് ഫസ്റ്റ്, later they understood him. അല്ലെങ്കിൽ അവിടെ കോമ ഇട്ടിട്ട് but they understood him later. Okay, he participated and won the competition. One day he will become a well-known artist, better than an engineer or a doctor who has love in what he do. Okay, very good Sagita, very good try. Okay, next time story എഴുതുമ്പോൾ ക്യാരക്ടേഴ്സിനെ കുറച്ചും കൂടി ഡിസ്ക്രൈബ് ചെയ്യണം. വെരി ഗുഡ് അറ്റംപ്റ്റ്. വലിയ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഒന്നുമില്ല, ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. ദെൻ പങ്ക്ച്വേഷൻസ്, ഈ കോമ, ഫുൾ സ്റ്റോപ്പ്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാം കേട്ടോ. ദാറ്റ് ഇസ് സ്പെല്ലിങ്സ് ഒക്കെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാനുണ്ട്. അവിടെ ഇവിടെ ഒക്കെ സ്പെല്ലിങ്സ് തെറ്റിട്ട്. വെരി ഗുഡ്. എനിവേ ഇറ്റ് വാസ് എ വെരി ഗുഡ് വൺ. Okay. Then next is diving into slang and colloquialisms. That is activity of day 251. That was to compare expressions from different English speaking countries or regions. Okay, I'll tell something to the newbies. English ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്, ബട്ട് ഇംഗ്ലീഷിൽ തന്നെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. സെയിം ലൈക്ക് ഇപ്പൊ നമ്മൾ മലയാളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അല്ലല്ലോ നമ്മള് തൃശ്ശൂർ യൂസ് ചെയ്യുന്നത്. സ്ലാങ്ങില് ഡിഫറൻസ് ഇല്ലേ, വേ ഓഫ് സ്പീച്ചില് ഡിഫറൻസ് ഇല്ലേ, അതിനെയാണ് കേട്ടോ സ്ലാങ് ആൻഡ് കൊളോക്യലിസംസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ലാങ് ആൻഡ് കൊളോക്യലിസംസ് എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മൾ ഈ ഒരു സംസാരത്തിൽ വരുന്ന ആ ഒരു ഡിഫറൻസ്, ചില വാക്കുകളിൽ ടോണിലൊക്കെ വരുന്ന ഡിഫറൻസുകളെയാണ്. അപ്പൊ ഒരുപാട് അറൌണ്ട് 40 to 50 കൺട്രീസിലെ നേറ്റീവ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യയിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷിനെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ല. സോ നേറ്റീവ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിട്ടുള്ള ഒരു
around 40 to 50 countries. ഈ 50 കൺട്രീസിലും ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഫ്രേസസ് ഡിഫറെന്റ് ആണ്. സോ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാറുണ്ട്. ദാറ്റ് ഇസ് ടു പിക്ക് അപ്പ് എനി ടു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആൻഡ് കമ്പയർ ദ വേ ഓഫ് ഇംഗ്ലീഷ് ദേ സ്പീക്ക്. ഓക്കെ, ഇപ്പൊ US ഇംഗ്ലീഷിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ US ഇംഗ്ലീഷ് കുറച്ചും കൂടി ഒരു ഇൻഫോർമൽ കൈൻഡ് ഓഫ് ഇംഗ്ലീഷ് ആണ്. വാട്സ്ആപ്പ്, വാട്ട് യു ഗോണ ഡു, ഐ എം ഗോണ ഗോ ടു സ്കൂൾ, ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്നതിന് പകരം ഐ എം ഗോണ ഗെറ്റ് ദാറ്റ്, ഐ എം ഗോണ ഡു ദാറ്റ്. ഓക്കെ, അങ്ങനെ ഒരു ഇതാണ്. ബട്ട് കമ്മിങ് ടു ബ്രിട്ടീഷ് ഇംഗ്ലീഷ് കുറച്ചും കൂടെ ഫോർമൽ ആയിരിക്കും, പ്രൊനൗൺസിയേഷനിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്യുകയും കൂടുതൽ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിലേക്ക് കൂടുതൽ ഇൻസൈറ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ്. ഓക്കെ, സോ ഐ തിങ്ക് നോ വൺ ഹാസ് ഡൺ ദിസ്, സോ ഐ വിൽ സ്കിപ്പ് ടു നെക്സ്റ്റ് വൺ. Culinary adventures in English. What is culinary? Culinary art. What is the meaning of culinary art? Can anyone please tell me in the chat box? What do you mean by culinary art? Yes, the style of cooking, the way of presenting food, the way of the art of preparing a meal and the way of presenting it is called culinary art. Okay, so the activity was to do to tell to make an English breakfast or to make an English recipe of your own, or to share the experience of your cooking experience. Did anyone do the activity? The art of cooking ഇനെയാണ് നമ്മൾ culinary art എന്ന് പറയുന്നത്. Okay, so the activity was to either create a English recipe of your own or to share your experience of cooking. Did anyone do the activity? I think no. So is anyone ready to share any recipe here, or also or you can share your experience of cooking? നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ഏതെങ്കിലും ഒരു ഡിഷിന്റെ റെസിപ്പി ഷെയർ ചെയ്താലും മതി. ഓക്കെ, ബിജിൽ ജോയ്, I'll give Bijal chance. Okay, Bijal, try unmuting. Bijal, please try to unmute. Bijal, are you here? Hello, Bijal. Can you hear me? Can you please try to unmute? Unmute ചെയ്യ്, നമുക്ക് നോക്കാം. കോൺഫിഡൻസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. Unmute, please unmute. Unmute ചെയ്യൂ Bijal. Unmute ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ ഇപ്പോ സംസാരിക്കുന്ന ഇപ്പൊ സ്വാദിഷ് ആവട്ടെ, ഇവിടെ സ്വപ്നയും അമീനൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കുറച്ചും കൂടെ ഫസ്റ്റ് തൊട്ടേ ഉള്ളത് കൊണ്ട് അവരുടെ സ്പീച്ച് ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആണ്. അവർ വന്നപ്പോ അവരുടെ കോൺഫിഡൻസ് ലെവലും അവരുടെ സ്പീച്ചിന്റെ ലെവലും അവരുടെ സെന്റൻസ് ഫ്രെയിമിംഗ് ഒക്കെ എന്താണ് ഇപ്പൊ ഉള്ള ലെവലിനേക്കാൾ വളരെ മോശമായിരുന്നു. ഡേ ബൈ ഡേ, ബിറ്റ് ബൈ ബിറ്റ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർ ഇംപ്രൂവ് ചെയ്തതാണ്. Okay, so Bijal is not even ready to unmute. Okay, so Gauri, can you please unmute? Yes, ma'am. Yes, Gauri, you can start. So I'm going to share my experience of preparing a pizza. The first time when I prepared a pizza, it was a failure, and then I tried my best to make another day to make a pizza much better way. So I started to learn it slowly, what are the ingredients,
how to mix it properly. First time the dough was too large, too loose, and I cannot prepare it very. I cannot I prepare couldn't. it. നമ്മൾ I കഴിഞ്ഞതല്ലേ, I couldn't. couldn't. I couldn't prepare it as perfect as I did it in the third time. So first of all, ma'am, I'm not getting words to speak. That's okay. ഏത് വാക്കാ കിട്ടാത്തെ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. സ്റ്റക്ക് ആയാലും മലയാളത്തിൽ ഞാൻ പറഞ്ഞോളൂ, നമുക്ക് ഇംഗ്ലീഷിലേക്ക് ആക്കാം. ഞാൻ ആദ്യം ചെയ്ത അത്രയും വൃത്തിയായിട്ട് എനിക്ക് പിന്നീട് ചെയ്തപ്പോ കുറച്ചും കൂടെ വൃത്തിയായി. I could get it better the second time when I could get it better than the first time when I did for the second time. I could get it better in the second time. അല്ലെങ്കിൽ അത്രയും മതി. than the first time എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നില്ല. I could get it better the second time. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫസ്റ്റ് ടൈമിനേക്കാൾ നന്നായി സെക്കൻഡ് ടൈം എന്ന്. അപ്പൊ വീണ്ടും than the first time എന്ന് പറയേണ്ട ആവശ്യമില്ല, അത് അഡീഷൻ ആണ്. I could get it better the second time. Ma'am, I cannot speak. അത് തോന്നലാണ്. പറഞ്ഞു, ട്രൈ ചെയ്തു. മലയാളത്തിൽ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ഇംഗ്ലീഷിലേക്ക് ആക്കാം. അടുത്തെന്താ? എത്രത്തോളം ഞാൻ അതിന് വേണ്ടി ട്രൈ ചെയ്തോ അത്രയും എനിക്കത് ബെറ്റർ ആയിക്കൊണ്ടേയിരുന്നു. Okay, according to the effort I put in each time, the better it got each time. The amount of effort I put in each time, the better it got. Okay, ഞാൻ ഇടുന്ന എഫേർട്ടിന്റെ എമൗണ്ട് അനുസരിച്ച് അത് ഓരോ ടൈമും ബെറ്റർ ആയിക്കൊണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കാം, with the amount of effort I put in each time, it got better. Okay, and then what did the people who tasted it tell about it, or what was the review of your pizza? Ayo, Gavri unmute ചെയ്തു പോയോ? Okay, anyway, it was a good attempt, Gauri. ഗൗരിയുടെ സ്റ്റാർട്ടിങ് നല്ലതായിരുന്നു. പറഞ്ഞ അത്രയും നല്ല വൃത്തിക്കാൻ ഗൗരിയുടെ സ്പീച്ച് ആൻഡ് വേർഡ്സ് നല്ല ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു ഗൗരി. ഇറ്റ്സ് ഓക്കെ, എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിരുന്ന ഇങ്ങനെ തന്നെയാ. ദർ ഇസ് നത്തിങ് ടു വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, ആൻഡ് ടു ഓൾ ദ ബിഗിനേഴ്സ് ഹിയർ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു മെത്തേഡ് ആണ് മിറർ ടോക്ക് ആൻഡ് സെൽഫ് ടോക്ക്. അതായത് മിററിൽ നോക്കി ഇംഗ്ലീഷ് സംസാരിക്കുക. നമ്മൾ ആദ്യം പറയാറുണ്ടായിരുന്നു ഡെയിലി 5 to 10 minutes ആരോടെങ്കിലും ഒന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ. ഇനിയിപ്പോ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും സംസാരിക്കാൻ പറ്റിയവരില്ല എന്നുണ്ടെങ്കിൽ മിററിൽ നോക്കി സ്വന്തം സംസാരിക്കുക. തെറ്റുകൾ ഉണ്ടാവും, ബട്ട് ദാറ്റ്സ് ഓക്കെ. ബട്ട് വിത്ത് ടൈം നമ്മൾക്ക് തന്നെ നമ്മുടെ തെറ്റുകൾ എന്താണ് മനസ്സിലായി തുടങ്ങും. Okay, let's move to next. That is film analysis, the language of cinema. This was again to watch a movie and to make a presentation about how the character development and the culture insights about the movie. The English dialect used, the slang used. Yes, Swadish, have you done it? Please send it here. Everyone, please do have a look at Swadish's activity. The language of film. Films are the best way to express any social issue without any restrictions or constraints. On this ground, the movie Get Out, drawn worldwide, drew, D-R-E-W, drew worldwide attraction due to its horrifying expression of one of the biggest social issue, racism. The movie starts with journey of Chris, an African man, towards his girlfriend's house. His girlfriend belongs to a mischievous white family. At the starting scene itself, director symbolized Chris' wrong turn by creating an accident scene of him with a deer. Them എന്ന് പറയാനില്ലല്ലോ, കാരണം ക്രിസ് ഒരാളല്ലേ ഉള്ളൂ. Of him with a deer. Entire movie plots some unethical beliefs of that white family to murder blacks for immortality. The film became the past live I കഴിഞ്ഞല്ലോ. The film became more engaging when Chris realized the secret about the family and his attempt of escaping. The whole movie is
created in a realistic horror platform. Okay, it's short, but gives an idea, gives an overall idea about the film. Okay, ഇതില് ഫിലിമിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫ്രേസസോ സ്ലാങ്സോ ഒന്നും ഇൻക്ലൂഡഡ് അല്ല, ബട്ട് എന്നിരുന്നാൽ പോലും what you've written is a good piece. Okay, thank you, Swadish. But next time when you write such an activity, I think today's activity, ഇന്നത്തെ ആക്ടിവിറ്റി നിങ്ങൾക്ക് വീണ്ടും ഒരു ഫിലിം അനാലിസിസ് തന്നെയാണ്. Okay, so make it a bit more detailed. Try to look into the English dialect, slang, the phrases they've used. Okay. Moving on to next. Virtual tour highlight. Did anyone do? ഇന്നിപ്പോ നമുക്ക് എന്താ യൂട്യൂബിലൊക്കെ ഹോം ടൂർ ഒക്കെ കാണിക്കില്ലേ, അതൊക്കെ ഒരു വെർച്വൽ ടൂർ ആണ്. നമുക്ക് ചില മ്യൂസിയത്തിന്റെ ഒക്കെ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ മ്യൂസിയം നടന്ന് കാണുന്നത് പോലെ തന്നെ 360 ഡിഗ്രിയിൽ ആ വെബ്സൈറ്റിൽ വെർച്വൽ ടൂർ ഉണ്ടാവും. നോ, ഇംഗ്ലീഷ് മൂവി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദി ആക്ടിവിറ്റി demands to watch an English movie. നമ്മൾ മുമ്പ് ആദ്യം ചെയ്തിരുന്നപ്പോൾ ഏതെങ്കിലുമൊക്കെ മൂവിയുടെ റിവ്യൂ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇംഗ്ലീഷ് മൂവി കാണാനാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ സോ വെർച്വൽ ടൂർ എന്താണെന്ന് എല്ലാവർക്കും അറിയോ? Do everyone know what is meant by virtual tour? കോവിഡ് ടൈമിൽ കൂടുതൽ പോപ്പുലർ ആയ ഒരു സംഗതിയാണ് വെർച്വൽ ടൂർ. അതായത് ഓരോ ഓൺലൈൻ ആയിട്ട് ടൂർ പോവുക. എക്സാക്ട്ലി. ഇന്നിപ്പോ ഗൂഗിൾ മാപ്പിലൂടെ നമുക്ക് കുറെ ഗൂഗിൾ മാപ്പ് സാറ്റലൈറ്റ്സ് ട്രാവൽ ചെയ്തിരിക്കുന്ന, ഇപ്പൊ എനിക്ക് എന്റെ വീടൊക്കെ ഗൂഗിൾ മാപ്പിൽ നേരെ കാണാൻ പറ്റും. ദാറ്റ് ഈസ് അതിന്റെ സാറ്റലൈറ്റ്, ഗൂഗിളിന്റെ ഒരു വണ്ടി പോയി നമ്മുടെ വീടിന്റെ ആ ഭാഗങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ആ ഏരിയകളിൽ എന്താണ് നമ്മൾക്ക് ആക്ച്വലി വെർച്വൽ ടൂർ പോലെ എനിക്ക് വേണമെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് എന്റെ വീട് കാണിച്ചു തരാം. ഓക്കെ, ബട്ട് അത് വെർച്വൽ ടൂർ അല്ല. വെർച്വൽ ടൂർ എക്സാക്ട്ലി മീൻ ചെയ്യുന്നത് നമ്മൾക്ക് മ്യൂസിയംസും എന്താണ് ഹെറിറ്റേജ് സൈറ്റ്സ് എല്ലാം ഓൺലൈനിൽ ഒരുപാട് അവരുടെ തന്നെ വെബ്സൈറ്റ്സിൽ നടന്ന് കാണുന്നത് പോലെ വിത്ത് എക്സ്പ്ലനേഷൻസ് കാണാൻ പറ്റും. അതിനെയാണ് വെർച്വൽ ടൂർ ഹൈലൈറ്റ്സ് എന്ന് കാണാം. എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഏതൊക്കെയോ അങ്ങനെ കണ്ടിട്ടുണ്ട് ഒരു കോവിഡ് ടൈമില്, പക്ഷെ കൃത്യമായി ഓർക്കുന്നില്ല. സോ നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് അത് വാച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, സോ അതിൽ കൃത്യമായിട്ട് അവിടുത്തെ ഹിസ്റ്ററിക്കൽ ആൻഡ് കൾച്ചറൽ നോളജ് എല്ലാം ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. മനസ്സിലാവാത്ത വേർഡ്സ് അല്ലെങ്കിൽ ന്യൂ വേർഡ്സ് നിങ്ങൾ എഴുതിയെടുക്കുക. ആൻഡ് ഈ ഒരു മ്യൂസിയം അല്ലെങ്കിൽ ഹെറിറ്റേജ് സൈറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വൊക്കാബുലറീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, സോ ആരും ഈ ആക്ടിവിറ്റി ചെയ്തിട്ടില്ലല്ലോ? Did anyone do the activity? നെക്സ്റ്റ് വീക്ക് തൊട്ട് ഇങ്ങനെ ആവരുത് കേട്ടോ, ബിക്കോസ് ഇന്ന് നോക്ക് പല ആക്ടിവിറ്റീസും ആരും ചെയ്തിട്ടില്ല. വെരി 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 മച്ച് ഡിസപ്പോയിന്റിങ്. ഇതിപ്പോ ഞാൻ തന്നെ ആക്ടിവിറ്റി ചെയ്ത് ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അവസ്ഥയാ. ക്ലാസ് ഇങ്ങനെയാവുമ്പോ എനിക്കും പഠിപ്പിക്കാൻ ഒരു മൂഡ് ഉണ്ടാവില്ല, നിങ്ങൾക്കും വലിയ ഇൻപുട്ട് കിട്ടാനില്ല. നിങ്ങളുടെ ഔട്ട്പുട്ട് ആണ് നമ്മുടെ ക്ലാസിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ യുവർ എഫേർട്ട് മാറ്റേഴ്സ്. ഇവിടെ ഞാൻ ഒരാൾ ഒരു 1 hour ഇരുന്ന് സംസാരിക്കുന്നതിന് വലിയ രീതിയിലുള്ള മാറ്റമൊന്നും നിങ്ങളിൽ സംഭവിക്കില്ല. ഈ ഒരു വീക്ക്ലി വൺസ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഡൗട്ട് ക്ലിയറിംഗ് ആൻഡ് എന്താ പറയാ ഒരു ബ്രഷിംഗ് അപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രഷനിങ് അപ്പ് സെഷൻ മാത്രമാണത്. ബാക്കി എഫേർട്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരണം. ഓക്കെ സ്വാദിഷ്, ഐ ഗെറ്റ് ഇറ്റ്, ഐ ഡു അണ്ടർസ്റ്റാൻഡ്, ഐ നോ. നിങ്ങളിൽ പലരും അധികം ആൾക്കാരും വർക്കിംഗ് ആണ്, കുട്ടികളുള്ളവരുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ എല്ലാം നോക്കണം. ബട്ട് നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിനും കൂടെ ഇറങ്ങി തിക്കുന്ന സമയത്ത് ഇറ്റ്സ് ആക്ച്വലി ഈസിയാണ്. ഡെയിലി ഒരു 10-15 minutes ഒക്കെ സ്പെൻഡ് ചെയ്താൽ മതി പെർ ആക്ടിവിറ്റി. ഇപ്പൊ ഒരു മൂവി ഫുള്ള് കാണാൻ ടൈം ഇല്ലാത്തവർ ഒരു മൂവിയുടെ ഹാഫ് ആൻ അവർ കണ്ടാൽ മതി. ആ ഒരു ഹാഫ് ആൻ അവറിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ പറ്റുമോ അത്ര എഴുതിയാൽ മതി. ഓക്കെ, ഒരു ഇപ്പൊ വെർച്വൽ ടൂർസ് 1 hour ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 hour ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 hour അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണ്ട, നിങ്ങൾക്കുള്ള സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി. Okay, coming to our last topic of today, reflecting on English as a global lingua franca. Do anyone know what is meant by global lingua franca? Okay, Rafat, for the newbies, I totally understand. നിങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയില്ലല്ലോ. So from next week onwards, try your best. Activities ഇത് ചെയ്യാൻ അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാണ്ടിരിക്കരുത്. എല്ലാം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം. Okay, that is what matters. നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ എനിക്ക് മാറ്റർ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് അത് പെർഫെക്റ്റ് ആയി ചെയ്തോ തെറ്റുകൾ ഉണ്ടോ എന്നുള്ളത്
എന്നെ ബാധിക്കണ കാര്യമേ ഇല്ല. നിങ്ങൾ തെറ്റുകൾ ഉണ്ടാക്കിയാൽ മാത്രമേ എനിക്ക് തിരിച്ചു തരാൻ പറ്റുള്ളൂ. So this is the right place to make mistakes. ഇതിന്റെ മീനിങ് എന്താണ് എന്ന് ആർക്കെങ്കിലും അറിയോ? Okay, so lingua franca is actually an Italian usage. Lingua franca എന്ന് പറഞ്ഞു കഴിഞ്ഞാല് next week ഇന്നുള്ള topics will be given by your personal mentor from tomorrow onwards. നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ നിങ്ങളുടെ പേഴ്സണൽ മെന്റർ ത്രൂ വാട്സപ്പിൽ കിട്ടും ആക്ടിവിറ്റീസ്. ഈ ആക്ടിവിറ്റീസ് എല്ലാം ബാക്കിയുള്ളവർക്ക് ഡെയിലി വാട്സപ്പിൽ കിട്ടിയതാണ്. ഓക്കെ, യാ. സോ ലിംഗ്വ ഫ്രാങ്ക is actually an Italian usage and the meaning is ഒരു കോമൺ ലാംഗ്വേജ്, ഡിഫറെന്റ് നേറ്റീവ് ലാംഗ്വേജ് ഉള്ളവർക്ക് സംസാരിക്കാൻ വേണ്ടി ഒരു കോമൺ ലാംഗ്വേജ് എന്ന കോൺസെപ്റ്റ് ആണ് ഗ്ലോബൽ ലിംഗ്വ ഫ്രാങ്ക. സോ ഇന്ന് നമ്മളുടെ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഗ്ലോബൽ ലിംഗ്വ ഫ്രാങ്ക എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് ഇസ് ദ ലാംഗ്വേജ് യൂസ്ഡ് ബൈ ഡിഫറെന്റ് നേറ്റീവ് നോൺ ഇംഗ്ലീഷ് സ്പീക്കേഴ്സ്. ഓക്കെ, അതായത് നേറ്റീവ് സ്പീക്കേഴ്സ് അല്ലാത്തവരും നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് അല്ലാത്തവരും ഗ്ലോബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എനിക്ക് ഒരു ഫ്രാൻസിലുള്ള ഒരാളുമായിട്ട് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, ബട്ട് ഐ ഡോണ്ട് നോ ഫ്രഞ്ച്. റാദർ അപ്പുറത്തിരിക്കുന്ന ഫ്രഞ്ചുകാരനായാലും മലയാളമോ ഹിന്ദിയോ ഒന്നും അറിയില്ല. സോ ഒരു കോമൺ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. ദാറ്റ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് us, that connects two people. So that is the concept of global lingua franca. And for all the newcomers, നമ്മൾ ഇപിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ലേണിംഗ് ജേർണൽ. നിങ്ങൾ എല്ലാവരും ഒരു കുഞ്ഞു ബുക്ക്, വളരെ കുഞ്ഞു ബുക്ക്, 50 പേജിന്റെയോ 30 പേജിന്റെയോ കിട്ടാവുന്നതിൽ ഏറ്റവും ചെറിയ ബുക്ക് നിങ്ങൾ കയ്യിൽ വെക്കുക. ജേർണലിംഗ് എന്താണ് എന്നൊക്കെ നമ്മൾ പ്രീവിയസ് സെഷനിൽ ജേർണലിംഗ് എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ അതൊന്ന് ഗോ ത്രൂ ചെയ്യുക ആൻഡ് ഈ ഒരു റിഫ്ലക്ട് ചെയ്യുക, അതായത് നിങ്ങളുടെ ലേണിംഗ് റിഫ്ലക്ട് ചെയ്യുക. ഇപ്പൊ ഇത് നിങ്ങളുടെ ഡേ 1 ആണ്. ഡേ 1 to day 10 കഴിഞ്ഞാൽ വാട്ട് ഓൾ ഡിഡ് യു ഗെയിൻ ഫ്രം ഇപി? എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്? ഹൗ വിൽ യു ഓവർകം ദോസ് ചാലഞ്ചസ്? വാട്ട് ആർ യുവർ ഫ്യൂച്ചർ ഗോൾസ്? ഡിഡ് യു അച്ചീവ് എനി ഗോൾ? എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം നമ്മൾ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പീസ് ഓഫ് ബുക്കാണ് ഈ ഒരു ലേണിംഗ് ജേർണൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ സജസ്റ്റ് ഓൾ ഓഫ് യു ടു ഹാവ് ഇറ്റ്. ഓക്കെ, ഇവിടെ ഓൾറെഡി ഉള്ള കുറെ ആൾക്കാരുടെ അതുണ്ട്, പുതുതായി വന്നവർ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓൾഡീസ്, സഗിത ഓർ സ്വാദിഷ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുവരെ ഇപി എന്നുള്ളൊരു റിഫ്ലക്ഷൻ പറയാൻ പറ്റുമോ? മിനി, ഗൗരി, എനിവൺ, any oldies? Can you just, okay Swadish, I'll unmute you. Please brief it in 1 minute, okay, because we've already closed our time limit, so please brief it in a minute. English level? Yes, if you can speak in English it will be nice, or മലയാളത്തിൽ പറയണം. Wait, ഇന്ന് വന്ന ന്യൂബീസ് എല്ലാവരും ഇങ്ങനെ ഇംഗ്ലീഷ് സ്പീച്ച് മനസ്സിലാവുന്നവരാണോ? Tell me a yes or no. Feel free to tell that. നമ്മൾ ഇവിടെ സംസാരിക്കുന്ന ഇംഗ്ലീഷ് മനസ്സിലാവുന്നവരാണോ? ഇനി മനസ്സിലാവാത്തവരുണ്ടോ? Yes, എല്ലാവരും മനസ്സിലാവുന്നവരാണ് സ്വാദിഷ്. So you can speak in English itself. Yeah, about this. Yeah, when I can talk about this EEP session, it's a while I was entering in this session, I was having a base on the English, but I was not familiar with the so many vocabularies and all. But I have some in my mind because at the in my school days, I was studying in English medium, and that's why I have a good base on that. But according to my job and all, now I am working as a lab technician in Qatar. So my colleagues and everyone is mostly they are from Kerala and also from other states like North Indians and like from Nepal and all. So I'm in an environment with less English talking people, and that's why I was forgetting all my vocabularies and so many things I was forgotten. Sometimes I just wonder that, oh my God, see, I had almost forgotten all my vocabularies and all.
and then later on joining this EEP, due to this sessions and because of the corrections from the ma'am, especially I had to highlight this because ma'am will point out any corrections and everything. That's why, because of this, I got my confidence back, and slowly by doing some activities, by all the activities, and through the writing skills and all, I recollected so many words and all, and some creativities. And also I would also think that everyone can do this by see, if you're joining as a newbie, you will be wondering that how see, there are so many people, there are so many students doing better and all. I could not do, my words are not coming, my vocabularies is not good. That doesn't matter actually, because everyone, while starting or while coming in the session, everyone was I was also like this. And see, now you can see my fluency. I mean, the flow is coming, because before I was interrupted, I was blocked, my mind was blank sometimes at the starting stages. But now I could recollect everything, I could speak it in a speed and fast manner. I know that I am making some grammatic mistakes, because I am through my activities and all, because I am not I couldn't spend or I am unable to spend some time for that activities and all. That's the reason. But uh, but as a suggestion, uh, okay, ma'am. Yeah, you can conclude. Yeah, as a suggestion, I would prefer everyone to take a note on each sessions, and do all the activities. Uh, uh, don't look back at about whether it is gone wrong or not. Don't look, attempt everything, and just keep going. So that's Okay, thank you so much, Swadish. ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, ചെറിയ hello. ചെറിയ ഗ്രാമാറ്റിക്കൽ, യെസ് Yeah, കേൾക്കുന്നില്ലേ? that's all, ma'am. യാ, താങ്ക് യു. ചെറിയ ചെറിയ എറേഴ്സ് ആണ് ഈ പറഞ്ഞതിലൊക്കെ ഉള്ളത്, കുഞ്ഞി ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ആണ്. നമ്മളിതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷിൽ ഇത് നമ്മൾ മലയാളികളായതുകൊണ്ട് കോമൺ കളക്റ്റീവ് ആയിട്ട് ഉണ്ടാക്കുന്ന മിസ്റ്റേക്ക് ആണ്. ഇംഗ്ലീഷിൽ നമുക്ക് ഇല്ല, കൊലീഗ്സ് അല്ല, ഇറ്റ്സ് കൊലീഗ്സ്. ഓക്കെ, കൊലീഗ്സ് ആണ്. പിന്നെ സ്വാദിഷിന്റെ സ്പീച്ചിൽ, സ്വാദിഷ് അറിയാണ്ടായിരിക്കാം, ആൻഡ് ഓൾ ഒരുപാട് ആൻഡ് ഓൾ വരുന്നുണ്ട്. അതൊന്ന് കോൺഷ്യസ് ആവുക. ചിലരുടെ സ്പീച്ചിൽ ഐ മീൻ ലൈക്ക് അങ്ങനെ ഓരോ യൂസേജ് വരും. അതുപോലെ സ്വാദിഷിന്റെ സ്പീച്ചിൽ വരുന്നത് ആൻഡ് ഓൾ ആണ്. അപ്പൊ അതൊന്ന് കുറക്കുക. അത് ആക്ച്വലി അൺനെസസറി സംഭവമാണ്. ആൻഡ് നൗ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു, ഐ കൻ സ്പീക്ക് ഇറ്റ് ഇൻ സ്പീഡ് ആൻഡ് ഫാസ്റ്റ് മാനർ. അതിനെന്താ നമ്മൾ പറയാ? ഒരു ലാംഗ്വേജ് അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുമ്പോൾ നമ്മൾ എന്താ പറയാ? ഐ കൻ സ്പീക്ക് ഇറ്റ് ഫ്ലുവന്റ്ലി. ഓക്കെ, സോ നമ്മൾ വൊക്കാബുലറീസ് പഠിക്കുന്ന അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ആവശ്യമുള്ള സമയത്ത് നമ്മൾക്ക് അത് ഉപയോഗിക്കാൻ കിട്ടുക എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ മുമ്പ് ഒരുപാട് സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നായിരുന്നു ടു കീപ് എ വൊക്കാബുലറി ബുക്ക് വിത്ത് യു ഓൾ. ഡിക്ഷണറി എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അതല്ലാതെ നിങ്ങളുടെ കയ്യിൽ നിങ്ങളായിട്ട് ഉണ്ടാക്കുന്ന ഒരു വൊക്കാബുലറി ബുക്ക് കീപ്പപ്പ് ചെയ്യുക. പുതുതായി നിങ്ങൾക്ക് കിട്ടുന്ന വേർഡുകൾ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ സംസാരിക്കുമ്പോൾ അയ്യോ അതിന്റെ വേർഡ് എന്താണ് എന്ന് കിട്ടാതെ വരുമ്പോൾ അത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ വെയിറ്റ് ഫോർ ട്യൂസ്ഡേ ആൻഡ് നമ്മൾക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നേരത്തെ ആരോ സംസാരിച്ചപ്പോൾ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പെട്ടെന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ അത്തരത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് കിട്ടാതെ വരുന്ന വേർഡ്സ് അതിൽ നോട്ട് ചെയ്യുകയും അത് കോണ്ടെക്സ്ച്വലി ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഒരു സാധനം പഠിച്ചിട്ട് ഇന്നത്തെ നമ്മളുടെ വേർഡ് എന്തായിരുന്നു? Word of the day എന്തായിരുന്നു? How many of you remember that? What was the word of the day today? Tell me. ഇല്ലേ, എല്ലാവർക്കും ആലോചിക്കാൻ ഒരു ഇത്തിരി ടൈം എടുക്കുന്നില്ലേ? പെട്ടെന്ന് കിട്ടുന്നില്ലല്ലോ. അതാണ്, നമ്മളത് കോണ്ടെക്സ്ച്വലി ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ സ്പീച്ചിലേക്ക് ഇൻകോർപ്പറേറ്റ് ആവുള്ളൂ. എന്തായിരുന്നു നമ്മുടെ ഇന്നത്തെ വേർഡ് ഓഫ് ദി ഡേ? എനിവൺ? ആർക്കും ഓർമ്മയില്ലേ? അയ്യോ, not even a single person. Yes, Gauri, thank you. Incidents. Okay. So with that, we are winding up for today. Next week, we'll be looking into business writing excellence, podcast discoveries, musical adventures, sports and culture, cinematic exploration of dialects, character development workshop, cultural reflection on language learning. Okay, ഇതെല്ലാം നിങ്ങളുടെ activity base ചെയ്തിട്ടാണ്. So please make sure you do the activity. Okay, as Swadish said, whether it is perfect or you make mistakes is not a matter here. Okay, what matters is whether you try to do it or you don't do it. Okay, your effort matters.
Thank you so much. See you all next week, next Tuesday, 8 o'clock. Okay, you may all leave. Thank you.